നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഡിസംബർ 25 മുതൽ 31 തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത്. 25 തീയതി മുതൽ 31 തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇനി മേടത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. മിഥുനത്തിൽ ചന്ദ്രൻ, ചിങ്ങൻ രാശിയിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ, കുംഭത്തിൽ ചന്ദ്രൻ രാഹു, മീനത്തിൽ ശനി. ഇത് മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഏവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ഈ വാരം രാശിയിൽ ഗ്രഹങ്ങളില്ല. 2ാം ഭാവത്തിൽ ബുധൻ എന്ന് വെച്ചാൽ വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ, 5ാം ഭാവത്തിൽ കുംഭത്തിൽ ചന്ദ്രൻ രാഹുവോടുകൂടി, 6ൽ ശനി, മീനത്തിൽ 9ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം, 11ാം ഭാവത്തിൽ ചിങ്ങത്തിൽ കേതു. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, തുലാൻ രാശിക്കാർക്ക് ഈ വാരം രാശ്യധിപനായ ശുക്രൻ 3ാം ഭാവത്തിൽ പോയി നിൽക്കുന്നു. അത് പലപ്പോഴും സഹായികളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമൊക്കെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന സമയമാണ്. തനിക്ക് സഹോദരങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള സമയം കൂടി ഉണ്ടാകാം. അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, ഒരു രാജയോഗം പ്രദാനം ചെയ്യുന്നുണ്ട് ആ ശുക്രന്. എങ്കിലും ഈ ശുക്രനും സൂര്യനും ചൊവ്വയും തമ്മിലുള്ള യോഗം കൃപണഹ എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. താൻ പലപ്പോഴും കൃപണത്വം പ്രകടിപ്പിക്കും. പല കാര്യങ്ങളിലും തനിക്ക് ഉപകാരസ്മരണ പുലർത്താൻ പറ്റില്ല. അപ്രകാരം തന്നെ പലപ്പോഴും സാമ്പത്തിക വിഷയത്തിലൊക്കെ വളരെയധികം താൻ കടുംപിടുത്തം കാണിക്കുന്നൊരവസ്ഥയൊക്കെ സംജാതമാകുന്ന വാരമാണിത്. അതിനാൽ പരമാവധി മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു അവമതി, മുഷിച്ചൽ തോന്നാതെ കാര്യങ്ങൾ നീക്കണം. കാരണം വ്യാഴവും ശുക്രനും 3ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഗുണപരമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ചമത്കാരി ചിന്താമണിയിലും പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കുക. രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശോ ഗുരു യസ്യ ദുശ്ശിൽക്കോ ദാനവാനാം ഗുരുഹോ. അസുരാജനനായ ശുക്രൻ ദുശ്ശിൽക്കഹ 3ാം ഭാവത്തിൽ വന്നാൽ രതി സ്ത്രീജനെ തസ്യ ന. സ്ത്രീജനങ്ങൾക്ക് അദ്ദേഹത്തിനോട് രതി ഉണ്ടാകില്ല, അല്ലെങ്കിൽ തനിക്ക് സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാകില്ല. രണ്ടും സംഭവിക്കാം. ന പൂർണ്ണോഭവിൽ പുത്രസൗഖ്യോപി സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ. സന്താന സുഖമൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു പൂർണ്ണത അനുഭവിക്കാനാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്താന വിഷയത്തിലേക്ക് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നർത്ഥം. പക്ഷേ ഇവിടെ ഇന്നത്തെ രാശിയിൽ 5ൽ ചന്ദ്രനുണ്ട്, സന്താന സ്ഥാനത്ത്. അവിടെ രാഹുവാണ്. അവിടെ ചന്ദ്രൻ്റെ സാന്നിധ്യം തനിക്ക് വളരെ നല്ലതാണ്. സന്താന വിഷയത്തിലേക്ക് മക്കൾക്ക് വളരെ അനുകൂലമായ പല തീരുമാനങ്ങളിലൊക്കെ തന്നെ സന്താനങ്ങൾക്കൊരു ശ്രേയസ് അനുഭവപ്പെടുന്ന വാരമായിരിക്കും. അതിനാൽ ഈ 3ലെ ശുക്രൻ്റെ പുത്രസൗഖ്യം കുറയുമെന്നതിന് ഒരു പരിധിവരെ ശമനം ലഭിക്കും ഈ 5ാം ഭാവത്തിൽ നിൽക്കുന്ന, വെളുത്ത പക്ഷത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ. സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലി. ഞാൻ പറഞ്ഞു, പലപ്പോഴും ദാനം ചെലവഴിക്കേണ്ട സമയത്ത് ഭയന്നു പോവുക, ചെലവഴിക്കാൻ അറച്ചു നിൽക്കുക, മടിച്ചു നിൽക്കുക. അപ്രകാരം യുദ്ധത്തിലും തന്നെ വലിയൊരു യുദ്ധമുണ്ടാകുന്ന അന്തരീക്ഷത്തിൽ, വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ട സമയത്ത് നെഞ്ചുവിരിച്ച് അതിനെ നേരിടുന്ന സമയത്ത് ഭീതനായി പോകുമെന്നൊരു ഫലമുണ്ട്. അപ്പോൾ കാശ് കൊടുക്കുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും വളരെയധികം ഭയം പ്രകടിപ്പിക്കും ഈ 3ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴെന്നറിയാം. പക്ഷെ അവിടെയും മാറ്റമുണ്ട്. ശുക്രൻ നിൽക്കുന്നത് സൂര്യനും ചൊവ്വയോടും കൂടെയാണ്. അത് നല്ലതാണ്. അതിനാൽ ധൈര്യത്തിന് കുറവൊന്നും ഉണ്ടാകില്ല. അവിടെ വ്യാഴദൃഷ്ടിയുമുണ്ട്. തീ കൊണ്ടുള്ള ഉപദ്രവം വളരെ ശ്രദ്ധിക്കുക. അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒരു വലിയ രീതിയിൽ ശമനം ചെയ്യപ്പെടും ഈ ദോഷങ്ങൾക്കൊക്കെ തന്നെ. 5ൽ നിൽക്കുന്ന ചന്ദ്രൻ സന്താന വിഷയങ്ങൾക്കുള്ള ദോഷത്തിന് പരിഹാരമായി വരും.
പുതിയ കർമ്മമേഖല സ്വീകരിക്കാം, ജോലിയിൽ പുതിയ ഉത്തരവാദിത്തം വരാം. അപ്രകാരം തന്നെ പഠിതാക്കൾക്ക് ഏറ്റവും അനുകൂലമാണ്. ഹയർ സ്റ്റഡീസ് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ വാരം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അവർ ഇൻ്റർവ്യൂവിന് വിജയിക്കും, അവർ സ്കോളർഷിപ്പോടുകൂടി വിദേശത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ വരും, അല്ലെങ്കിൽ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവിടെയൊക്കെ തനിക്ക് അഡ്മിഷൻ കിട്ടുക. അപ്രകാരം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഈ ഒരു വാരം എന്നറിയുക. ഇവിടെ ദോഷപരിഹാരാർത്ഥം വെള്ളിയാഴ്ച തുലാം രാശിക്കാർ തങ്ങളുടെ ഇഷ്ട ദേവത ഗണപതിക്ക് നാളികേരം ഉടക്കണം വെള്ളിയാഴ്ച. എല്ലാ ദോഷങ്ങളും മാറട്ടെ. ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രമാകട്ടെ വെള്ളിയാഴ്ചത്തെ മന്ത്രം. അപ്രകാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസമൊക്കെ കഴിപ്പിക്കുന്നതും ദോഷങ്ങളിൽ നിന്നും മോചനം നേടാൻ വളരെയധികം പര്യാപ്തമാകും. എല്ലാ തുലാം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.